ഇനി നമ്മളുടെ അടിയിരത്തിൻ്റെ പൂക്കാലമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിറച്ച് ഫ്ലവർ ആകും. നമ്മുടെ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെയും വരും. അപ്പം അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സീരീസാണ്. ഒരു 3-4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമുക്ക് എല്ലാം നമ്മുടെ പ്ലാന്റുകൾ നല്ല ഉഷാറാക്കണം, നല്ല നിറച്ച് ഫ്ലവർ ആവണം, അല്ലേ? അതല്ലേ നമ്മുടെ എല്ലാ ആഗ്രഹം. അപ്പം നിങ്ങളും എൻ്റെ കൂടെ കൂടുക. നമുക്കത് എന്താണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓരോ പാട്ടിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ റിസൾട്ട് 100% ഉറപ്പായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. നാവ് കൊണ്ട് സ്നേഹിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ സ്വന്തം ആസ്തി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദ്രേഷ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അടീനിയ പ്ലാന്റ് ഒക്കെ നിറച്ച് പൂക്കളുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട്, അല്ലേ? ഇനി ഇപ്പോൾ അടീനിയത്തിന്റെ പൂക്കാലമാണ്, ചൂടാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അല്ല, ഇതിലും നിറച്ച് ബുഷിയായിട്ട് പ്ലാന്റ് ആവുകയും ചെയ്യും, നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുകയും ചെയ്യും. അത് എന്തൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 3-4 ആഴ്ചയായിരിക്കും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയാം, അല്ലേ? അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ ആഴ്ച ഞാൻ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്നോർത്താണ് ഞാൻ ഈ വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം ആ കൂടെ നിങ്ങളും കൂടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഫാമിലിയിൽ ഒരു അംഗമാവുക. അതുപോലെ ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഓരോ വളങ്ങളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നമുക്ക് 1-2 പൂവൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് അങ്ങനെ പോരല്ലോ, അല്ലേ? നമ്മുടെ പ്ലാന്റ് നിറച്ച് പൂക്കളാകണം. ഇപ്പം ഇനി ആ ഒരു സമയമാണ് അടീനത്തിൻ്റെ പൂക്കാലം, അല്ലെ സുവർണ്ണകാലം എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് കണ്ടല്ലോ നിങ്ങൾ, എല്ലാത്തിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് പ്ലാന്റ് ഒന്ന് നനയ്ക്കണം. പിന്നെ അറിയാമല്ലോ, പോട്ട് മിക്സ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്, അടീനത്തിന് വെള്ളം തീരെ കുറവുള്ള മതി എന്നുള്ളൊരു പ്ലാന്റാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. നല്ല വെയിലാണ് അതിന് വേണ്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് നനച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് വളങ്ങളൊക്കെ ഒന്നല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ. ഇന്ന് കൊടുക്കുന്ന വളം നമ്മൾ ഗ്രോത്തിനുള്ള വളമാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പ്ലാന്റ് വളർന്നാലേ നല്ല പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്യേണ്ടവരൊക്കെ അത് ചെടി പ്രൂൺ ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ പ്രൂൺ ചെയ്യാനുള്ള ഒന്നുമില്ല, ഞാനതെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഞാൻ പ്രൂൺ ചെയ്തിട്ട് വേറെ പുതിയ കിളിപ്പൊക്കെ വരുന്നത്. ബാക്കി ഒന്നിനും പ്രൂൺ ചെയ്യാനുള്ളതൊന്നുമില്ല. അപ്പോൾ കുറേ ചെടികൾ ഞാൻ നമ്മുടെ വെയിലത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിപ്പം ഞാൻ നമ്മുടെ UV ഷെഡിലാണ് വെച്ചിരിക്കുന്നത്. കുറേ നമ്മൾ വെയിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് തൈകളൊക്കെ പാകിയതാണ്. അതിനെയൊക്കെ ഞാൻ എടുത്ത വെയിലത്ത് വെച്ചു. ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ മുതലുള്ള പ്ലാന്റുകൾ എല്ലാം നമ്മുടെ ഈ മഴയും ഒക്കെ കൊണ്ടാണ് നിന്നത്. ഞാനതിൽ സക്സസ് ആയിട്ട് അതിൻ്റെ ഒരു പോട്ട് മിക്സ് ഉണ്ട്, അതെന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിന് സാഫ് കൊടുക്കുമായിരുന്നു. പിന്നെ എന്നും വന്ന് ചെക്ക് ചെയ്യും പ്ലാന്റ് വല്ല ചീച്ചിലുണ്ടോ. അതിനകത്ത് ഈ ഒരു പ്ലാന്റിന് മാത്രം ഒരു പണി കിട്ടി. ഇത് കണ്ടോ, ഇതിവിടെ നിന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് വിടണം. ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല. ഇതും ഒക്കെ ഞാൻ ഈ മഴയത്താണ് വെച്ചിരുന്നത്. ഇവരെയൊക്കെ ഇങ്ങനെ ശീലിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതുകൊണ്ട് വെച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇത്രയും പേരാണ് നമ്മുടെ ഈ വെയിലത്ത്, നല്ല വെയിലത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർ ഷെഡിൽ. അപ്പോൾ ഇത്ര നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ കാണിച്ച് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനോ കേട്ടോ, അല്ലാതെ വീഡിയോ വലിച്ചു നീട്ടാനോ നിങ്ങളെ ബോറാക്കാനോ അല്ല. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ അറിയണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വളങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ ഇവിടെ ആയിരിക്കില്ല കാണിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നല്ല വെയിലായിരിക്കും. താഴെ ഷെഡിലായിരിക്കും ഞാൻ വളങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വളങ്ങളെന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക,
പിന്നെ നമ്മുടെ സ്ഥിരം ഫാമിലി മെമ്പേഴ്സ് എല്ലാം ചെയ്യേണ്ടത് അറിയാമല്ലോ, ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ്, അതുപോലെ തന്നെ ഒരു ഷെയർ. അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് വളം എന്താണെന്ന് കാണാൻ. ഞാൻ ഈ ഒരു ബക്കറ്റിൽ വെള്ളം, സാധാ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ വളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് കൊടുക്കുന്ന വളം. ഇത് യൂറിയയാണ്. യൂറിയ എന്ന് പറഞ്ഞാൽ നൈട്രജനാണ്. ആ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ആഴ്ച നമ്മൾ അടുത്ത വളം കൊടുക്കണം. അങ്ങനെ ഓരോ ആഴ്ചയിൽ നമ്മൾ ഓരോ വളങ്ങൾ കൊടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് തന്നെ കാണാം നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത്. അപ്പോൾ ഈ ഇത്രയും വെള്ളത്തിലേക്ക് ഞാൻ ഈ സ്പൂണിന്, ഈ ഒരു സ്പൂൺ കണ്ടോ, ഈ ഒരു സ്പൂണിന് 5 സ്പൂണാണ് ഞാൻ ഈ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് യൂറിയ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് 5 സ്പൂണാണ്. ഇത് വെള്ളത്തിലേക്ക് ഇട്ട അന്നേരം തന്നെ ഈ ഫെർട്ടിലൈസർ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. നമ്മളെപ്പോഴും നമ്മുടെ പ്ലാന്റിന് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വളം കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗ്രോത്തും അതുപോലെ പെട്ടെന്നായിരിക്കും. ഇനി നമുക്കിത് ഓരോ പ്ലാന്റിൻ്റെ ചോട്ടിലും ശകലീശ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമുക്ക് കുറച്ച് ഇതിനകത്ത് അലിയാതെ കിടപ്പുണ്ട്. അത് നമുക്കിത് ഇതിൻ്റെ പൈപ്പ് തന്നെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതുകൂടെ അങ്ങ് അലിഞ്ഞു ചേർന്നോളൂ. ഇപ്പം തരികളൊന്നുമില്ല, എല്ലാം ഇതിനകത്തായി. ഇനി നമ്മളിത് ഈ ഒരു പാത്രത്തിൽ ഈ വളം എടുക്കുക. എന്നിട്ട് ഓരോ ചെടിയുടെയും ചോട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത്ര ശകലിച്ചാൽ മതി കേട്ടോ, ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട. ഇതൊന്ന് നനയാൻ പാകത്തിൽ. ഓൾറെഡി നമ്മൾ നനച്ചിട്ടുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വളം കൊടുക്കുന്ന മെത്തേഡ്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് നമ്മുടെ ചെറിയ ഇതുപോലത്തെ തൈകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുമൊക്കെ കൊടുക്കാം കേട്ടോ. എല്ലാ പ്ലാന്റിനും ഇത് കൊടുക്കാം. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഫെർട്ടിലൈസർ എന്താണ് ഫെർട്ടിലൈസർ എന്നും അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ഒക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഭാഗം ഇവിടെ കഴിഞ്ഞു. അതായത് ഇത് എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇത്രയും പ്ലാന്റിന് ഞാൻ കൊടുത്ത് കാണിച്ചല്ലോ. ഇതുപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാത്തിനും കൊടുക്കുന്നു. അതുപോലെ കൊടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ കണ്ടമാനം അങ്ങ് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിങ്ങളുടെ അനുവാദത്തോടെ പൂർത്തിയാക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, ഒരു ഹൈപ്പ്, പറ്റുമെങ്കിൽ ഒരു ഷെയർ, ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഫെർട്ടിലൈസറുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.